ഹായ് ഹലോ ഞാൻ ഇന്നുണ്ടല്ലോ എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ പൊരിച്ച കൊയ്യും കൊണ്ടാട്ടോ നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. ഞാൻ തലേ ദിവസം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞു തരാം കേട്ടോ എങ്ങനെ മാരിനേറ്റ് ചെയ്തതെന്ന്. ഞാൻ വോയിസ് ഓവർ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ വീഡിയോ ഡയറക്റ്റുള്ള വോയിസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷേ വോയിസിന് ക്ലാരിറ്റി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കിടന്ന് ചിലക്കുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യാണ്. പിന്നെ സവാളയൊക്കെ ഓൾറെഡി ഞാൻ ആ തൊലി ഉറിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ വീടൊക്കെ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തേ, കാരണം ഞങ്ങൾക്കൊരു കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ റൈസ് ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും വെള്ളം ഒഴിച്ച് അത് വറ്റിച്ചെടുക്കുന്ന രീതിയിലാണ് ഈ റൈസ് ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം നമുക്ക് തിളപ്പിച്ച് ഊറ്റാട്ടോ. നമ്മുടെ റൈസൊക്കെ സാധാരണ അരിയൊക്കെ ഊറ്റുന്ന പോലെ നമുക്ക് തിളപ്പിച്ച് ഊറ്റിയെടുക്കാമേ. ഞാൻ കുക്ക് ചെയ്യുമ്പോഴുണ്ടല്ലോ മുടി അയച്ചിടാറില്ല കേട്ടോ, നല്ലതായിട്ട് കെട്ടി വെക്കാറുണ്ട്. വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഒന്ന് ഇങ്ങനെ അയച്ചിട്ട് വന്നതാണ്. അപ്പം എനിക്ക് പേടിയായി, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. 8 പേർക്കുള്ള ബിരിയാണി ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അത്യാവശ്യം നല്ലതായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരു 800 ഗ്രാമോളം റൈസ് എടുക്കണം കേട്ടോ. 800 ഗ്രാം റൈസും 1.5 കിലോ ചിക്കനും ആട്ടോ എടുത്തേക്കുന്നത്. കിച്ചൺ ഭയങ്കര ചെറുതായതുകൊണ്ട് നമുക്ക് ആദ്യം ഇവിടെയുള്ള സാധനങ്ങളെല്ലാം ഒരു സൈഡിലായിട്ട് ഒതുക്കി വെക്കാം കേട്ടോ. ആദ്യം തന്നെ ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലിയർ ചെയ്യട്ടെ ഞാൻ. എന്നിട്ട് നമുക്ക് അരി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാമേ. നിങ്ങൾ വിചാരിക്കുക എന്താ ഇത്രയും സാധനങ്ങൾ, എൻ്റെ മസാല ഇതുകൾ പലതിലാട്ടോ ഞാൻ വെച്ചേക്കുന്നത്. ആദ്യം പട്ട ഇടുവാണ്, പിന്നെ പെരുംജീരകം, പിന്നെ കുറച്ച് ക്യുമിൻ സീഡ്, പിന്നെ പെപ്പർ, കുരുമുളക്, പിന്നെ ഒരു 6-7 ഏലക്ക, പിന്നെ ഒരു ബേ ലീഫ്, പിന്നെ ജാതിപത്രി, പിന്നെ ഗ്രാമ്പൂവും തക്കോലും കൂടിയാണ് എടുത്തു വെക്കുന്നത്. നമ്മൾ റൈസ് തിളപ്പിച്ച് ഊറ്റുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് പറയണ്ടല്ലോ. അപ്പം നമ്മൾ ഈ എടുത്തു വെച്ച മസാലകളെല്ലാം ഇടുവാണേ. പിന്നെ നമ്മൾ ഒരു അരമുറി നാരങ്ങയുടെ നീര് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒരു കുറച്ച് നെയ്യിട്ടോ, ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ അത്ര നെയ്യ് മതിയേ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ഉപ്പിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരി ഇത് കറക്റ്റ് എന്ന് പറയത്തില്ല, അതിനേക്കാൾ ഒരു പൊടിക്ക് മുന്നേ വേണം കേട്ടോ ഉപ്പിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് അരി തിളപ്പിക്കാൻ വെക്കാട്ടോ. ചിക്കൻ എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യാന്ന് പറയണേക്കാളും മുന്നേ ഒരു മിനിറ്റ് എൻ്റെ കാര്യം ഞാൻ തന്നെ ചോദിക്കണ്ടേ. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക്, പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഞാൻ 1.5 കിലോ ചിക്കൻ ആട്ടോ എടുത്തേക്കുന്നത്. അതിലോട്ട് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ തൈര് ഒരു 1.5 ടേബിൾ സ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടല്ലോ. എല്ലാ മസാല എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ചിക്കനിലെല്ലാം നല്ലതായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ കൈ കൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഒരു ദിവസം മുന്നേ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന കേട്ടോ നല്ലത്, അപ്പോൾ ചിക്കനിൽ എല്ലാ മസാലയും പിടിക്കുവേ. ഇനി നമുക്ക് സവാളയും തക്കാളിയും ജിഞ്ചറും ഗാർലിക്കും എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമുക്ക് വറുക്കാനുള്ള സവാള മാത്രം ഇങ്ങനെ ആട്ടോ കട്ട് ചെയ്യേണ്ടത്. ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കണേ. നിങ്ങൾക്ക് എത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നു അത്രയും നൈസായിട്ട് തന്നെ കട്ട് ചെയ്യണേ, അല്ലെങ്കിൽ എണ്ണയിൽ വറുത്ത് കോരുമ്പോൾ വേഗം പാടായിരിക്കുവേ. നമുക്ക് ആദ്യം പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും കാഷ്നട്ടും കിസ്മിസും വറുത്ത് കോരാട്ടോ ആദ്യം. അടുത്ത് നമുക്ക് സവാള വറുത്ത് കോരാട്ടോ. ഞാൻ സവാള ഇടുമ്പോൾ അതിൻ്റെ കൂടെ ശകലം ഉപ്പും ശകലം പഞ്ചസാര ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ സവാളയും വറുത്ത് കോരുവാണേ. നമ്മൾ അതേ എണ്ണയിൽ തന്നെയാട്ടോ ചിക്കനും വറുത്തെടുക്കുന്നത്. 2 സൈഡും നല്ലതായിട്ട് വെന്തതിന് ശേഷം നമുക്ക് വറുത്ത് കോരാട്ടോ. ഒരു ദിവസം മുന്നേ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ആട്ടോ നല്ലത്, അപ്പോൾ ചിക്കനിൽ എല്ലാ മസാലയും പിടിക്കുവേ. ഞാൻ ദം ചെയ്യുന്ന പാത്രത്തിൽ തന്നെ ആട്ടോ മസാല ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ വറുത്ത് വെച്ച ഓയിൽ ഉണ്ടല്ലോ, ആ ഓയിലിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നതിന് അതിൻ്റെ കൂടെ 2 സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചതും കൂടി ചേർക്കുവാണേ. ഏകദേശം 10-16 അല്ലി വെളുത്തുള്ളിയും 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും പിന്നെ ഒരു 10 പച്ചമുളകോളം എടുത്തിട്ടുണ്ട് എരിവുള്ളത്, അതും കൂടി നല്ലതായിട്ട് ക്രഷ് ചെയ്തെടുത്തേക്കുവാണേ. നമുക്കിനി ഇതിന്റെ പച്ചമണം മാറുന്ന വരെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. പണ്ട് ഇപ്പോഴല്ല, പണ്ട് ഞങ്ങളുടെ വീട്ടില് ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞ് ഉണ്ടായിക്കൊണ്ടിരുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അപ്പൊ യൂട്യൂബും പിന്നെ പല ആൾക്കാരും ഉണ്ടാക്കിയ റെസിപ്പി എല്ലാം കണ്ടിട്ട് ഇപ്പം നമ്മൾ പ്രോപ്പർ രീതിയിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും കേട്ടോ. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിലോട്ട് 4 വലിയ സവാളയും 2 മീഡിയം സൈസ് തക്കാളിയും അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇതിലോട്ടുണ്ടല്ലോ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, നല്ലതായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണേ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ കേട്ടോ നമ്മളിത് വഴറ്റിയെടുക്കാൻ പോകുന്നത്. നമ്മുടെ തക്കാളിയും സവാളയും നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ 3 ഫുൾ സ്പൂൺ ചിക്കൻ ബിരിയാണി മസാല കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ, പച്ചമണം മാറുന്ന വരെ മൂപ്പിച്ചെടുക്കണേ. ഇനി ഇതിലോട്ടുണ്ടല്ലോ 1 സ്പൂൺ ഗരം മസാലയും പിന്നെ നമ്മൾ പൊരിച്ചു വെച്ച ചിക്കനും കൂടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ.
ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും ഇട്ട് കൊടുക്കുക. പിന്നെ 4 ടേബിൾ സ്പൂൺ തൈരും ഇട്ട് കൊടുക്കുക. ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ നീരും കൂടി ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കണേ. ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ പെരുംജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് നമ്മൾ ഈ മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവുണ്ടോ, എരിവ്, മസാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അതിൻ്റെതായ സാധനങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം കൂടി എണ്ണ തെളിയുന്നവരെ ഈ മസാല ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ചിക്കൻ 2 ലെയർ ആയിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിലെ പകുതി ചിക്കൻ ഞാൻ എടുത്ത് മാറ്റുവാണേ. അപ്പം നമുക്ക് ദം ചെയ്യാനുള്ള ദോശക്കല്ല് ഞാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചേക്കുവാണേ. സൈഡിൽ നെയ്യുടെ ഡപ്പ ഇരിക്കുന്നുണ്ട്. നെയ്യ് തീർന്നു പോയി. അപ്പം അതിൻ്റെ ചുറ്റുമുള്ളത് ഉരുകി വരാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാ. നമ്മൾ ആദ്യത്തെ ലെയർ ചിക്കൻ ആട്ടോ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഉണ്ടല്ലോ, അതിനെ നേർ പകുതി റൈസ് ഇപ്പം ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് മുകളിൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച സവാളയും കാഷ്നട്ടും കിസ്മിസും ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ മല്ലിയില ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ടുണ്ടല്ലോ ഞാൻ മുന്നേ റെഡിയാക്കി വെച്ച ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ കുങ്കുമപ്പൂവും പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതിലോട്ട്. അടുത്ത ലെയർ ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിനെ റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ റൈസ് ഇട്ട് പിന്നെ അതിൻ്റെ പുറത്ത് ഗീ ഒഴിച്ച് പിന്നെ ഓണിയനും കാഷ്നട്ടും കിസ്മിസും ഇട്ട് മല്ലിയിലയും പുതിനയിലയും ഇട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ച വെള്ളം ഉണ്ടല്ലോ, എന്താണ് കുങ്കുമപ്പൂവിൻ്റെ ആ വെള്ളം, അതും കൂടി ഒഴിച്ചു കൊടുക്കണം. പക്ഷേ ഇത് ഓപ്ഷനിലാട്ടോ. കുങ്കുമപ്പൂ ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇടുക, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളിതുണ്ടല്ലോ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ലതായിട്ട് കവർ ചെയ്ത് നമ്മുടെ അടപ്പ് വെച്ച് ടൈറ്റായിട്ട് മൂടിയതിന് ശേഷം നമ്മൾ ദോശക്കല്ലിൽ എടുത്ത് വെക്കണം. അതിൻ്റെ പുറത്ത് വെയിറ്റിനായിട്ട് ഏതെങ്കിലും ഒരു വെയിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം വെക്കുകയോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് വെക്കുകയോ ചെയ്താൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ് ദം ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി ആയിട്ടോ. എനിക്ക് സെർവ് ചെയ്യണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഞാൻ ദം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗസ്റ്റ് വന്നേ. അപ്പോൾ ഞാൻ എല്ലാവർക്കും സെർവ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ബിരിയാണിയുടെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും നല്ലതായിട്ട് ആസ്വദിച്ച് കഴിച്ചിട്ട് ബിരിയാണി എല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞ്. പിന്നെ എനിക്കും ഹസ്ബൻഡിനുള്ള ബിരിയാണി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ഞങ്ങൾ പോയി കഴിക്കട്ടെ. ടാറ്റ, ബൈ ബൈ. അയ്യോ പോലെ ഒരു നിമിഷം, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, കൂടെ ഒരു ലൈക്കും.